നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. മേടമാസം 1, 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 നടന്ന മേട വിഷു സംക്രമത്തിൻ്റെ സാമാന്യ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. വിഷു സംക്രമ സമയത്ത് മീനൻ രാശിയിൽ ശനി, മിഥുൻ രാശിയിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, കുംഭൻ രാശിയിൽ രാഹു. ആയിരുന്നു ഗ്രഹനില പ്രകാരമുള്ള സ്ഥിതി. അപ്പോൾ ഇപ്പോൾ ജൂൺ 1 മുതൽ വ്യാഴം മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് മാറും. അപ്പോൾ ആ ജൂൺ 1 മുതലുള്ള ഫലങ്ങളാണ് പ്രധാനമായിട്ടും ഞാനിവിടെ പറയുന്നത്. ആദ്യമായി മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ജൂൺ 1 മുതൽ വ്യാഴം 4-ാം ഭാവത്തിലും കേതു 5-ലും 11 രാഹു 12 ശനി. അപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ച് 7-ാണ്ട ശനിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 1 മുതൽ ആ വ്യാഴം കർക്കിടകൻ രാശിയിൽ വരുമ്പോൾ 12-ാം ഭാവത്തേക്ക് ശനി മേടക്കൂറുകാരെ സംബന്ധിച്ച് 7-ാം ശനിയുടെ കാഠിന്യം കുറയും. കാരണം വ്യാഴദൃഷ്ടി വരുമ്പോൾ ആ ശനിക്ക് ദോഷം ചെയ്യാനുള്ള കാഠിന്യം കുറയും. പിന്നീട് അങ്ങോട്ട് നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് മാറിക്കിട്ടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല സമയമാണ്. നല്ല വിദ്യാഭ്യാസ യോഗമുള്ള സമയമാണ്. അവർക്ക് വസ്തു വാങ്ങിക്കുക, വാഹനം വാങ്ങിക്കുക, ഗൃഹം നിർമ്മിക്കുക, അല്ലെങ്കിൽ പണിഞ്ഞ ഗൃഹങ്ങൾ വാങ്ങുക, അതൊരു കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയ്ക്കെല്ലാം അനുകൂലമായ സമയമാണ് ജൂൺ 1 ശേഷം മേടക്കൂറുകാരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ്സുകാർക്ക്, മറ്റെല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും കൂടുതൽ ഗുണകരമായി വർത്തിക്കുന്ന സമയമാണ് ജൂൺ 1 മുതലുള്ള സമയം. ആരോഗ്യപരമായിട്ട് നേരിട്ടുന്ന വൈഷമ്യങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം കൂടിയാണ്. പല ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടായിത്തീരുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് ഗവൺമെൻറ് പരമായ ജോലി ലഭ്യതയ്ക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട്. വിദേശ ജോലി ലഭ്യതയ്ക്ക് സാധ്യതയുണ്ട്. സാമുദായിക രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചും നല്ല സമയമാണ്. അപ്പോൾ ജൂൺ 1 മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടം മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരു വർഷക്കാലം വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത്. അടുത്തതായി ഇടവക്കൂറാണ്. കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയും മകരത്തിൻ്റെ പകുതിയും ചേരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഏറെക്കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. പുതിയ ജോലി ലഭ്യതയോ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ മാറ്റത്തിനോ സാധ്യതയുണ്ട്. കലാരംഗത്ത് പലവിധ നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യമാണ്. സഹോദരങ്ങളെ കൊണ്ടൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. വിവാദങ്ങളിലൊക്കെ ചെന്നപ്പെടുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് അവയിലൊക്കെ മികവ് പുലർത്തുവാനും സാധിക്കും. അയൽക്കാരെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടുമൊക്കെ പലവിധ ഗുണങ്ങളും ഉണ്ടാവും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാകാര്യങ്ങളിലൊക്കെ നല്ല സമയമാണ്. കലാസാഹിത്യ രംഗത്തൊക്കെ ഉള്ളവർക്ക് അംഗീകാരം കിട്ടുന്ന സമയമാണ്. ഭൂമി ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ അതിനകത്തൊക്കെ ലാഭകരമായ കാര്യങ്ങളായിരിക്കും നടക്കുക. മാധ്യമരംഗത്തുള്ളവർക്കൊക്കെ നല്ല സമയമാണ്. അകൽച്ചയിലുണ്ടായിരുന്ന പല ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അടുത്തു വരുവാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ കൊണ്ടൊക്കെയുള്ള ബന്ധങ്ങൾ ശക്തമാവുകയും ചെയ്യും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമാന്യ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ശാസ്ത്ര സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ടവരൊക്കെ ഗുണങ്ങളാണ്. പരീക്ഷാദികളിലൊക്കെ വിജയിക്കുവാൻ സാധിക്കും. പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വായ്പാ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. ആരോഗ്യകാര്യത്തിലും വലിയ വിഷയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. അടുത്തതായി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകയിരത്തിൻ്റെ 2-ാം പകുതിയും തിരുവാതിരയും പുണർവ നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗവും. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 2-ൽ വ്യാഴവും 10-ൽ ശനിയുമാണ്. 3-ാം ഭാവത്തിൽ കേതു, 9-ൽ രാഹു. വ്യാഴദൃഷ്ടി കർമ്മഭാവത്തിലെ ശനിക്ക് വരുന്നതുകൊണ്ട് കർമ്മപുഷ്ടി, അതായത് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. ഗവൺമെൻറ് പരമായ ജോലികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതല്ലേ വിദേശത്ത് പോയി ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവിടെ ഉയർച്ച ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കായാലും അതല്ലെങ്കിൽ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഏത് രീതിയിലായാലും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയം തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ദോഷമൊന്നുമില്ല. നല്ല വിദ്യാഭ്യാസ യോഗവും വിദേശത്തു പോയി പഠന സൗകര്യങ്ങളും
നാട്ടിൽ തന്നെ പഠനകാര്യത്തിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അധികാരികളിൽ നിന്നൊക്കെ പ്രീതിയൊക്കെ ലഭ്യമാകും. നിലവിലുള്ള തൊഴിലിനകത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാവും. അതുപോലെ കലാരംഗത്തുള്ളവർക്കൊക്കെ നല്ല സമയമാണ്. സുഹൃത്തുക്കളുടെ സഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിദേശ ധനസിദ്ധി, അത് കണക്ക് തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. ഗവേഷണ രംഗത്തൊക്കെ ഉള്ളവർക്ക് ഗുണകരമായ സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് പലവിധ സഹായങ്ങളൊക്കെ ലഭ്യമായ സമയമാണ്. കാർഷിക രംഗത്തുള്ളവർക്കും ദോഷമൊന്നുമില്ല. മനസ്സറിയാതെ ചില അപവാദങ്ങളോ വഴക്കിലോ ഒക്കെ ചെന്നുപെട്ട് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പം സംസാരം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരാതെ വളരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ സാമ്പത്തികം അന്യരെയൊക്കെ സഹായിച്ച് അത് മുഖേന ബുദ്ധിമുട്ടിൽ ഇടപെടാതിരിക്കാനും വളരെ സൂക്ഷിക്കേണ്ടതാണ്. കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതെ ഇരിക്കേണ്ടത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം വളരെ അത്യാവശ്യമാണ്. സാമ്പത്തിക ഇടപാടുകളും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സൈനികരെയൊക്കെ സംബന്ധിച്ച് നീതിന്യായ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. അടുത്തതായി കർക്കിടകക്കൂറാണ്. പുണർദം 3/4 ഭാഗം, പൂയം ആയില്യവും ചേർന്ന് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ജൂൺ 1 മുതൽ വ്യാഴം ജന്മരാശിയിലോട്ട് വരും. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശനി, അഷ്ടമത്തിൽ രാഹു, 2ാം ഭാവത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹനില ജൂൺ 1 മുതൽ നടക്കുന്നത്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ വ്യാഴം വരുമ്പോൾ അവിടെ രോഗാവസ്ഥകളൊക്കെ മാറി ആരോഗ്യമൊക്കെ അനുകൂലമായി വരും. നേരത്തെ ചികിത്സയിൽ ഇരുന്നവർക്കൊക്കെ ആ ചികിത്സയൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ ധനസംബന്ധമായിട്ടും മെച്ചപ്പെട്ട ഒരവസ്ഥ ഉണ്ടാകും. വസ്തു വാങ്ങിക്കുക, ഗൃഹലാഭം, സഹോദരാദി സൗഖ്യമൊക്കെ ഉണ്ടാവും. പൊതുരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ചില വൈഷമ്യങ്ങളും അവിടെ നിന്നും ഉണ്ടാകാം. പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരും. അത് മുഖേന മാനസിക ക്ലേശങ്ങളും നേരിടും. ഗൃഹത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം. കലഹങ്ങളിലൊക്കെ ഇടപെടാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. നാൽക്കാലി ലാഭം, കൃഷി ലാഭം, അത് ഭൂമി ലാഭം, വാഹന ലാഭം ഇത്യാദി ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കൂട്ടു ബിസിനസ്സൊക്കെ കഴിയുന്നിടത്തോളം ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. ഉല്ലാസയാത്രകൾ, വിദേശയാത്രകൾ, അത് കണക്ക് സന്താനങ്ങൾക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ രംഗത്തും വലിയ കുഴപ്പമൊന്നുമില്ല. ഗവൺമെൻറ് ജോലി കിട്ടാനൊക്കെ കർക്കിടകക്കൂറുകാർക്ക് സമയം അനുകൂലമാണ്. അതല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും അനുകൂലമാണ്. പൊതുവേ അല്പസ്വല്പം മാനസിക വൈഷമ്യങ്ങളും ചെറിയ ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്നതൊഴിച്ചാൽ വലിയ ദോഷഫലങ്ങൾക്കൊന്നും കർക്കിടകക്കൂറുകാർക്ക് സാധ്യതയില്ല. അടുത്തതായി ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ 1/4 ഭാഗവും ചേരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ജൂൺ 1 മുതൽ ജന്മരാശിയുടെ 12ൽ വ്യാഴവും ജന്മരാശിയിൽ കേതു, 7 രാഹു, അഷ്ടമത്തിൽ ശനി. ഇതാണ് പ്രധാനമായിട്ടുള്ള ഗ്രഹനിരകൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് 12ലെ വ്യാഴം അത്ര അനുകൂലം എന്ന് പറയാനൊക്കുന്നില്ല. ഈശ്വരാധീനമായ കാര്യങ്ങൾ വളരെയധികം ചെയ്യണം. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായി കൂടുതലായിട്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് വീഴ്ച, മുറിവ്, ചതവ്, പൊള്ളൽ, ക്ഷതം പലതരത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും മറ്റായുധങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുമ്പോഴും മിഷനറി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജോലിക്കാരുമൊക്കെ എല്ലാ കാര്യത്തിലും സൂക്ഷിക്കേണ്ടത് ആരോഗ്യപരമായി വളരെ അത്യാവശ്യമാണ്. എന്നിരുന്നാലും പരീക്ഷാദികളിലൊക്കെ കുട്ടികൾക്ക് നല്ല വിജയമുണ്ടാകുന്ന സമയമാണ്. ഗുരുക്കന്മാരുടെ പ്രീതിയൊക്കെ ഉണ്ടാകും, പ്രശംസയൊക്കെ ഉണ്ടാകും. നല്ല റിസൾട്ടൊക്കെ പ്രതീക്ഷിക്കാം. ഏറെ അടുപ്പം ഉണ്ടായിരുന്നവരുടെ ഭാഗത്തു നിന്ന് പ്രതികൂല മനോഭാവം മുഖേന ചില വൈഷമ്യങ്ങളൊക്കെ നേടുവാനും സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം, അന്യദേശവാസം ഇവയ്ക്കും സാധ്യത. ഉടമ്പടികളൊക്കെ ഒപ്പിടുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആർക്കെങ്കിലും സാമ്പത്തികമൊക്കെ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരും പ്രക്കാടിക്കലായിട്ട് തന്നെ ആയിരിക്കണം. വ്യാപാരാദികളിൽ
ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടായിരിക്കും ഉണ്ടാകുക. കലാകാരന്മാരെ സംബന്ധിച്ചും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭ്യമാകുക. വിദേശത്ത് നിന്ന് ധനമൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ധനം കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഏതായാലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ഗുണദോഷ ഫലങ്ങളായതുകൊണ്ട് ഏത് പ്രകാരത്തിലും വളരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ പകുതിയും ചേരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 11 വ്യാഴവും 7-ാം ഭാവത്തിൽ ശനിയും 6-ൽ രാഹുവും 12-ൽ കേതുവുമാണ് ഗ്രഹനില. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം വളരെ ഗുണകരമാണ്. മേലധികാരികളുടെ പ്രീതിയൊക്കെ ലഭ്യമാകും. ആരോഗ്യപരമായി മെച്ചമുണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ ഉന്നതി, അതുപോലെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭ്യത, സാമ്പത്തിക മെച്ചം, അത് കണക്ക് ഗൃഹവാഹനാദി യോഗം, കാർഷിക ഗുണങ്ങൾ, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലത, അത് കണക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലത, പൊതുവെ സാംസ്കാരിക മേഖലയും രാഷ്ട്രീയ മേഖലയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിനകത്തൊക്കെ നല്ല വിജയം, ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ബന്ധുമിത്രാദികളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടുമൊക്കെ പലവിധ സഹായങ്ങളൊക്കെ ലഭ്യമാകും. വിദേശത്ത് പോകുന്നതിനും വിദേശത്ത് ജോലി നോക്കുന്നതിനും അതുപോലെ ഗവൺമെൻറ് ജോലി ലഭ്യമാകുന്നതിനും സാധ്യതയുള്ള സമയവും കൂടിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. കന്നിക്കൂറിൻ്റെ 7 ശനി നിൽക്കുന്നതുകൊണ്ട് വിവാഹ വിഷയത്തിൽ ഒരല്പം തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ വരാമെങ്കിലും നല്ല വിവാഹയോഗവും വന്നു ചേരുന്ന സമയവും കൂടിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ആരോഗ്യപരമായും വലിയ വൈഷമ്യങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. സാമ്പത്തികപരമായിട്ടും എടുത്തു പറയത്തക്ക ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല. കുറച്ച് മുൻകോപം ദേഷ്യമൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അവരെല്ലാ കാര്യത്തിലും കുറച്ച് സമാധാനം ശീലിക്കുന്നത് നന്നായിരിക്കും. വ്യാപാര മേഖലകളിൽ അത് കണക്ക് വസ്ത്രനിർമ്മാണ മേഖല ഇതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. എന്നിരുന്നാലും എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് ഏതു പ്രകാരത്തിലും ശുഭകരമായിരിക്കും. അടുത്തതായി തുലാക്കൂറാണ്. ചിത്തിരയുടെ 2-ാം പകുതി ചോതി വിശാഖവും ചേരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മഭാവത്തിൽ വ്യാഴവും ലാഭസ്ഥാനത്ത് കേതുവും ആത്മസ്ഥാനത്ത് രാഹുവും രോഗഭാവത്തിൽ ശനിയുടെ സഞ്ചാരവുമാണ് നടക്കുന്നത്. കർമ്മപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭ്യമാകുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാവും, സ്ഥാനക്കയറ്റം, അതുപോലെ തൊഴിൽ രംഗത്ത് സാമ്പത്തിക മെച്ചം, ശമ്പള വർധന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമാണ്. പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിനകത്തൊക്കെ ഉയർച്ചയുണ്ടാകും. അധികാരികളുടെ പിന്തുണ, പൊതുരംഗത്ത് നേട്ടം, നേതൃത്വ പദവി മുതലായവ അനുകൂലമായി വരുന്ന സന്ദർഭങ്ങളാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ലവണ്ണം ശോഭിക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങളോ കീർത്തിയൊക്കെ ലഭ്യമാവുകയും ചെയ്യും. എന്നാൽ പിതൃജനങ്ങളെ സംബന്ധിച്ച് പലവിധ വൈഷമ്യങ്ങളുണ്ടാകുന്ന കാലഘട്ടവുമാണ്. ആരോഗ്യപരമായ വലിയ ദോഷങ്ങളൊന്നുമില്ല. രോഗാവസ്ഥകളൊക്കെ മാറിക്കിട്ടും. മത്സ്യബന്ധന മേഖലയുള്ളവരോ ഔഷധ മേഖലയുള്ളവർക്കൊക്കെ നല്ല സമയമാണ്. വിദേശത്ത് നിന്ന് ധനം ലഭ്യമാകാനും സാധ്യതയുള്ള സമയമാണ്. പൊതുവെ തുലാക്കൂറുകാർക്ക് അനുകൂലവുമാണ്. അടുത്തതായി വൃശ്ചികക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്ന് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ജൂൺ 1 മുതൽ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ്. 4-ൽ രാഹു, 5-ൽ ശനി, കർമ്മഭാവത്തിൽ കേതു. ഇതാണ് സഞ്ചാരം. ഭാഗ്യാനുഭവങ്ങൾ പലതും ഉണ്ടാകുന്ന സന്ദർഭമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. അധികാരികളുടെ പ്രീതി, പ്രമോഷൻ, കീർത്തി, ധനസിദ്ധി, പലവിധ സന്തോഷാനുഭവങ്ങൾ, ഗൃഹനിർമ്മാണ കാര്യങ്ങൾ, വ്യാപാരാദികൾ നേട്ടം, ആഡംബര വസ്തുക്കൾ ലഭ്യത, നൂതന ഗൃഹനിർമ്മാണം, ഭൂമി ലഭ്യത, വാഹനയോഗം, വിദേശഗമനം, വിദേശത്ത് തൊഴിൽ ലഭ്യത, ഗവൺമെൻറ് പരമായ ജോലി ലഭ്യത മുതലായി അനുകൂല സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാലും അല്പസ്വല്പം ആരോഗ്യ വിഷയങ്ങളും തൊഴിൽ രംഗത്ത് ചില മനപ്രയാസങ്ങളും ക്ലേശങ്ങളുമൊക്കെ
ചെറിയ തോതിലൊക്കെ ഉണ്ടാകാമെന്ന് വെച്ചാലും പൊതുവേ ഗുണകരമായി വർത്തിക്കുന്ന ഒരു സന്ദർഭമാണ് വരുന്നത്. പരീക്ഷാദികളിലൊക്കെ വിജയമൊക്കെ ഉണ്ടാവും. പിന്നെ താമസ സ്ഥലത്തുനിന്ന് മാറി നിൽക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഏതായാലും എല്ലാ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കുക. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം അനുകൂലമാണ്. അടുത്തതായി ധനുക്കൂറാണ്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന് ധനുക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴവും 4 ശനിയും 3 രാഹുവും ഭാഗ്യസ്ഥാനത്ത് കേതുവുമാണ് സഞ്ചരിക്കുന്നത്. അല്പസ്വല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സന്ദർഭമാണ്. ആരോഗ്യപരമായി സൂക്ഷിക്കണം. ക്ഷതങ്ങൾ, വീഴ്ച, മുറിവ്, ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ, വിഷഭയം ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ പ്രത്യേകം സൂക്ഷിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ദോഷമൊന്നുമില്ല. നല്ല വിദ്യാഭ്യാസ യോഗമുണ്ട്, ഉന്നത വിദ്യാഭ്യാസ യോഗമുണ്ട്, വിദേശ പഠനത്തിന് സാധ്യതയുണ്ട്. പഠിക്കുന്ന വിഷയങ്ങളിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കും. സഹോദരാദികളെ കൊണ്ടൊക്കെ സഹായമുള്ള സമയമാണ്. 4 ശനി ഗൃഹനിർമ്മാണ കാര്യത്തിലോ വാഹനപരമായ കാര്യങ്ങളോ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. വസ്തു വാങ്ങിക്കുക, ഇതൊക്കെ വളരെ നോക്കി തന്നെ ഭൂമി വാങ്ങിക്കണം. കുടുംബത്തിൽ സമാധാനക്കേടുകളോ ചെറിയ വഴക്കുകളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് കഴിയുന്നിടത്തോളം പരിഹരിക്കാൻ ശ്രമിക്കണം. തർക്കങ്ങളിലോ വാദങ്ങളിലൊക്കെ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കർമ്മഭാവത്തിലോട്ട് ശനിയുടെ ഒരു ദൃഷ്ടി വരുന്നതുകൊണ്ട് തൊഴിൽ രംഗത്ത് ചെറിയ അസ്വാരസ്യതകളോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ചില വിഷമങ്ങളോ ഒക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാലും അത് പരിഹരിക്കുക കൂടെ ചെയ്യും. ഏതായാലും ദൈവികമായ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യണം. യാത്രാകാര്യങ്ങളും കൂടുതൽ ദൂരെയുള്ള യാത്രകളൊക്കെ കഴിയുന്ന ഒഴിവാക്കുന്നതായിരിക്കും ഏത് പ്രകാരത്തിലും നല്ലത്. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭ്യമാകുക. ഈ ജൂൺ 1 ശേഷമുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത്. അടുത്തതായി മകരക്കൂറാണ്. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും ചേരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏഴരാണ്ട ശനി കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ട്. പക്ഷേ ജന്മരാശിയുടെ 2 രാഹുവും അഷ്ടമത്തിൽ കേതുവുമാണ്. ശാരീരിക പീഡകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കണം. പക്ഷേ ജൂൺ 1 മുതൽ വ്യാഴത്തിൻ്റെ നിവൃത്തി സ്ഥാനത്തെ സഞ്ചാരം വളരെ അനുകൂലമാണ്. എല്ലാ കാര്യത്തിനും ഒരു നിവൃത്തി ഉണ്ടാകുന്ന സന്ദർഭമാണ്. തൊഴിൽ രംഗത്തായാലും മറ്റേത് മേഖലയിലായാലും സാമ്പത്തിക വിഷയത്തിലായാലും സാംസ്കാരിക മേഖലയിലായാലും കലാരംഗമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആർക്കായാലും എല്ലാ കാര്യത്തിനകത്തും ഒരു മുന്നോട്ട് ഗമനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. രോഗാരിഷ്ടതകളൊക്കെ മാറിക്കിട്ടുന്ന സമയവും കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും ദോഷമൊന്നുമില്ല. സാമുദായിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ എല്ലാവർക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച് ആ വലിയ സമയദോഷം മാറി വരുന്ന ഒരു സമയമായിട്ടാണ് ഈ ജൂൺ മുതൽ അങ്ങോട്ടുള്ള 1 വർഷക്കാലം വരുന്നത്. അടുത്തതായി കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ 2ാം പകുതിയും ചതയവും പൂരിട്ടാതിയുടെ 3/4 ഭാഗവും ചേരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ രാഹുവും 7 കേതുവും 2 ശനിയും 6 വ്യാഴവുമാണ്. അപ്രതീക്ഷിതമായിട്ട് ചില രോഗാവസ്ഥകളൊക്കെ തോന്നാമെങ്കിലും അവയ്ക്കൊക്കെ പരിഹാരമുണ്ടാകും. വീഴ്ച, മുറിവ്, വിഷഭയം, അഗ്നിഭയം ഇവയൊക്കെ ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കണം. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. ക്ഷതം ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം. ഏത് രീതിയിലായാലും ആരോഗ്യം സൂക്ഷിക്കേണ്ടത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം. കടം കൊടുക്കൽ വാങ്ങലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഭൂമി ക്രയവിക്രയങ്ങളോ അതല്ല മറ്റേത് രീതിയിലായാലും പണമിടപാടുകളും ഇവർ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. തൊഴിൽ രംഗത്ത് കുഴപ്പമൊന്നുമില്ല. തൊഴിൽപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാവും. അത് കണക്ക് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും മറ്റ് മേഖലയുള്ളവർക്കുമൊക്കെ നല്ല സമയമാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസ യോഗമൊക്കെ സിദ്ധിക്കുന്ന കാലഘട്ടവുമാണ്. ഏത് പ്രകാരത്തിലായാലും ആരോഗ്യപരമായൊരു വിഷയങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാ രീതിയിലും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നല്ല സമയമാണ് വരുവാൻ പോകുന്നത്. അടുത്തതായി മീനക്കൂറാണ്. പൂരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ ശനിയും ആത്മസ്ഥാനത്ത് വ്യാഴവും രോഗഭാവത്തിൽ കേതുവും വ്യയസ്ഥാനത്ത് രാഹുവുമാണ് സഞ്ചരിക്കുന്നത്. അവരെ സംബന്ധിച്ച് കാര്യവിജയവും സ്ഥാനലബ്ധിയും ഒക്കെ ഉണ്ടാകും. പുതിയ തൊഴിൽ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റുപരമായ ജോലി ലഭ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് വിജയമുണ്ട്. കലാരംഗത്ത് പ്രശസ്തി ഉണ്ടാവും. സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും. മറ്റുള്ളവരെ സഹായിക്കും. അത് മുഖേന ചില അനുകൂലതകളൊക്കെ ഉണ്ടാവും.
അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിലൊക്കെ ചില സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. സന്താനഭാഗ്യമൊക്കെ ഉള്ള സമയമാണ്. മംഗളകർമ്മങ്ങളൊക്കെ നടക്കും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കും. വിദേശത്ത് പോകാൻ സാധിക്കും. വിദേശത്ത് ജോലി ലഭ്യതയുള്ള കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലമായ സമയമാണ്. ജന്മരാശിയിലെ ശനി ചെറിയ രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകാമെന്ന് വെച്ചാലും വ്യാഴദൃഷ്ടിയുള്ളതുകൊണ്ട് അവയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അവയൊക്കെ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. പൊതുവേ മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. ഈശ്വരാധീനമായ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത് ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഏതായാലും എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിക്കുന്നു. നമസ്കാരം.